വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. അല്ല, കണ്ടിട്ട് കുറെ ദിവസങ്ങളായല്ലോ. എന്തൊക്കെയുണ്ട്? ഓ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എനിക്ക് വേണം, എനിക്ക് ഒരെണ്ണം വേണം. എനിക്കൂടെ. കരയണ്ട, എന്നാ പിടിച്ചോ. ഈ ഫ്രൂട്ട്സ് സൺസിറ്റിയിലുള്ളതാണോ? അല്ലല്ല, അത് പിന്നെ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് അതൊന്നും കേൾക്കണ്ട, എനിക്ക് വേണ്ട. കേൾക്കൂ. ഹലോ മിസ്റ്റർ, അവിടെ നിൽക്കൂ. പച്ചക്കറി വേണോ? പച്ചക്കറി, ഫ്രഷ് പച്ചക്കറി. പച്ചക്കറി വാങ്ങൂ, പച്ചക്കറി, ഫ്രഷായ പച്ചക്കറികൾ. പറയൂ പറയൂ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ. ചേട്ടാ, ഇയാളിതെന്താ ഈ പറയുന്നത്? അല്ല, ഇവൻ ആരാ? പറയേ, പറഞ്ഞുകൊണ്ടിരിക്കേ. പച്ചക്കറി വാങ്ങിച്ചോ, പച്ചക്കറി, ഫ്രഷായ പച്ചക്കറി എന്റെ അടുത്തുണ്ട്. ഫ്രഷ് പച്ചക്കറി. നല്ലവണ്ണം ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കേ. നിന്റെ സൗണ്ട് ആൻഡ് വോയിസ് ഇപ്പൊ എന്റെ ഒപ്പമുണ്ട്. അത്രേ ഉള്ളൂ. ഒരല്പം സമയം കൂടി മാത്രം മതി. എന്താണ് ഇതൊക്കെ? എന്താണ് ഇതൊക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല. പച്ചക്കറി വാങ്ങോ, പച്ചക്കറി, ഫ്രഷ് പച്ചക്കറി വേണോ? പറഞ്ഞുകൊണ്ടിരിക്കേ. എന്റെ ഉള്ളിൽ വന്ന് സ്റ്റോർ ആവട്ടെ. അല്ല ചേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? ചേടാ, അപ്പൊ അവിടെ എന്താ പറ്റിയത്? ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ആ പച്ചക്കറി വിൽക്കുന്നവന്റെ വോയിസിന് പെട്ടെന്ന് എന്താ പറ്റിയത്? നിന്റെ വോയിസ് ആരോ തട്ടിപ്പറിച്ചത്? ആരാടോ എവിടെ വന്നിരിക്കുന്നത്? പറയൂ, പറഞ്ഞുകൊണ്ടേയിരിക്കൂ. എല്ലാവരുടെ വോയിസും എന്റെ ഉള്ളിൽ സ്റ്റോർ ആവട്ടെ. ചേടാ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്ക് നിരന്തരമായി ഒന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. പറഞ്ഞുകൊണ്ടിരിക്കേ. സംസാരിക്കേ, പറഞ്ഞുകൊണ്ടിരിക്കേ. ഇയാളൊരു അപകടം പിടിച്ച ആളാണെന്നാ തോന്നുന്നത്. രുദ്രയോട് ഈ കാര്യം പറഞ്ഞാ പറ്റൂ. എന്റെ അമ്മേ, മാറി നിൽക്ക. രുദ്ര, ദേ അവനാണ് മജീഷ്യൻ. പറഞ്ഞുകൊണ്ടിരിക്കേ. അങ്കിളോ, ജനങ്ങളെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ശല്യപ്പെടുത്തുന്നത്? എന്റെ പേര് മജീഷ്യൻ സൗണ്ട് മാസ്റ്റർ എന്നാണ്. ഞാൻ ആരെയും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ വളരെ സ്നേഹത്തോടെ അവരുടെ വോയിസ് ഞാൻ എന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. എന്തുമാത്രം വോയിസ് എനിക്ക് കിട്ടുന്നുവോ അത്രക്കധികം എനിക്ക് പവേഴ്സ് കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ഈ നിൽക്കുന്ന ഞാൻ ഒരു പ്രാവശ്യം ശബ്ദിച്ചാൽ അപ്പോൾ ഈ കാണുന്ന ടോട്ടൽ സിറ്റിയും തകർന്ന് തരിപ്പണമാകും. എന്ന് വെച്ച് ഇപ്പോൾ ഉള്ള എന്റെ വോയിസിൽ ഒരു കുറവും കുഴപ്പവുമില്ല. സൗണ്ട് ഇല്ലെങ്കിൽ ബുൾഡോസർ ആയി പോകും. ഞാനിത് വിശ്വസിക്കില്ല. You don't believe? No. എന്നാ ഇപ്പൊ കണ്ടോ. 1 3 അത് ആ സ്ഥലത്ത് നിന്ന് അനങ്ങിട്ട് പോലും ഇല്ല. എന്ത് പറ്റി സർബോളിയാക്ക? ചേട്ടാ, അതങ്ങ് വീട് പോയല്ലോ. എന്റെ വോയിസിന്റെ പവർ എന്താന്ന് കണ്ടില്ലേ? ഞാനൊന്ന് അലറിയാൽ മതി, എല്ലാം തകർന്ന് തരിപ്പണമാകും. ആലോചിച്ചോ,
നിർത്താതെ ഞാൻ തുടർന്ന് അലറി വിളിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾക്ക് പവർ ഒരുപാടുണ്ട്. ഞാൻ രുദ്രയാണ്. നിങ്ങൾ സൺസിറ്റിയെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ റിക്വസ്റ്റ് നിങ്ങൾ വേഗം ഇവിടുന്ന് പോണം. പോകാനോ? ഒന്നും തകർത്ത് തരിപ്പണമാക്കാതെ ഞാൻ പോകാനോ? സൺസിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും വളരെ പണക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒരിക്കലും ഒന്നും രഹസ്യമായി സംസാരിക്കില്ല. ഫുൾ വോളിയൂമിലായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ കാര്യത്തിൽ ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ കോച്ച് ചെക്ക. മജിഷ്യൻ സോർ പോലെ രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെ ഒരിക്കലും സംശയിക്കരുത്. ഇവനിതെന്താ ചെയ്യുന്നേ? ഫ്രണ്ട്സ്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എവിടെയാ? എവിടെ പോയി? എന്ത് പറ്റി രുദ്ര? എനിക്ക് നിങ്ങൾ എല്ലാവരുടെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. എനിക്കിപ്പോ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ദയവ് ഇതിനെ വിശ്വസിക്കൂ. ഞാൻ വേഗം തിരിച്ചു വരാം. ഹലോ അലസ സർ. സർ ഇപ്പൊ ബിസിയാണോ? രുദ്രയോ? ലൈബ്രറിയിൽ പുതിയ ബുക്സ് വന്നിട്ടുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്യുകയായിരുന്നു. ബുക്സ് ലവേഴ്സ് വന്നാൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല. പറയൂ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അലസ സർ, സൺസെറ്റിൽ ഒരു പുതിയ മജിഷ്യൻ വന്നിരിക്കുക. പേര് സോർ ബോലെ. പലരുടെ വോയിസ് തന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനൊരു സൊല്യൂഷൻ തേടി വന്നതാണ് ഞാൻ. മജീഷ്യൻ സോർ ബോലെയോ? ആ ബുക്ക് എവിടെയാ വെച്ചത്? ആ, കിട്ടിപ്പോയി. ഇനി നമ്മുടെ പ്രശ്നം എല്ലാം തീരും. വേഗം ഈ ബുക്ക് ഒന്ന് തുറക്ക്. എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. അത് ബുക്കാണോ അതോ മാജിക് ഗോഡൌൺ ആണോ? എത്ര ഭയങ്കരമായിട്ട് അവൻ നിലവിളിക്കുന്നത്. പക്ഷെ അവനൊരു കാര്യം അറിയില്ല. എന്റെ ഒരു മുടി പോലും മാർക്ക് അനക്കാൻ പോലും പറ്റില്ല. മുടി അനങ്ങിയിട്ടില്ലായിരിക്കും. പക്ഷെ നിങ്ങളെ ഡ്രസ് മുഴുവനും കാറ്റിൽ പറന്നുപോയത് കണ്ടില്ലേ? എന്റെ ഡ്രസ് രുദ്ര. ശബ്ദങ്ങൾ കൊണ്ട് നിലവിളിക്കുമ്പോൾ ആർക്കും അത് പിടിക്കാനാവില്ല. മിണ്ടാതിരിക്കാൻ ആർക്കറിയാമോ? അവർക്ക് മാത്രമേ ഇവനെ ജയിക്കാൻ കഴിയൂ. അത് മാത്രമാണ് ഒരേ ഒരു വഴി. അതായത് അവന്റെ ശബ്ദം വെച്ച് തന്നെ അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം. അതിന് ആദ്യം അത് ചെയ്യാൻ പഠിക്കണം. രുദ്ര, ഇതൊക്കെ വായിച്ചിട്ട് എന്ത് നടക്കാനാ? ആ സോർ പോലെ അവൻ ഒരുപാട് വോയിസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടാവും. സോർ പോലെ തേടി കണ്ടെത്താനും ഒരു വഴിയുണ്ട്. താങ്ക് യു അലസ സർ. നീ എന്തിനാ പെട്ടെന്ന് നിന്നത് രുദ്ര? ഐഡിയ. മജിഷ്യൻ സോർ ബോലെക്ക് നിലവിളിക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ 4 പേരുടെ ഇമേജസ് ശബ്ദം ഉണ്ടാക്കി അവനെ ഇവിടേക്ക് കൊണ്ടുവരും. ഓക്കേ, ഡൺ. Ibaiska Dragon Flyer Fiero! Small size creature.
മജിഷ്യൻ സോർബോലെ, നീ എവിടെ പതുങ്ങിയിരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങി വാ. പുറത്തിറങ്ങി വാ. പതുങ്ങിയിരിക്കാതെ പുറത്തിറങ്ങി വാടാ, പേടിത്തൊണ്ട. ശബ്ദമുണ്ടാക്കി നിലവിളിക്കാൻ നിനക്ക് മാത്രമേ അറിയൂ. നീ ഇവിടെ തന്നെ ഉണ്ടോ അതോ പാതാളത്തിലെങ്ങാനും പതുങ്ങിയിരിക്കുകയാണോ? ഞങ്ങൾ നിന്നെ തെരഞ്ഞു കണ്ടെത്താതെ വിടില്ല, 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 വിടില്ല. പേടിച്ച് പതുങ്ങിയിരിക്കാണെന്നാ തോന്നുന്നത്. രുദ്ര, നിന്നെ കണ്ട് പേടിച്ച് സോർബോലെ വായടിച്ച് നിക്കാന്നാ തോന്നുന്നേ. നേരിട്ട് വാ, നിന്നെ ഞങ്ങൾ തെരഞ്ഞു കണ്ടെത്താതെ വിടില്ല. എന്നെക്കാളേറെ ആരാ ഇങ്ങനെ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കുന്നത്? ഓഹോ, രുദ്രയും അവന്റെ കൂട്ടുകാരും നിലവിളിച്ച് എന്നെ ചാലഞ്ച് ചെയ്യാണല്ലേ? ഇപ്പൊ തന്നെ അവരുടെ ചാലഞ്ചിന് ഒരു തിരിച്ചടി കൊടുത്തേക്കാം. മജിഷ്യൻ സോർബോലെ, നീ എവിടെയാ പതുങ്ങിയിരിക്കുന്നത്? പറഞ്ഞുകൊണ്ടിരിക്കേ. നല്ല ഉച്ചത്തിൽ ശബ്ദമുയർത്തി പറയേ. നിന്റെ വോയിസ് ഇപ്പോ എന്റെ ഒപ്പമുണ്ട്. അത്രേ ഉള്ളൂ. ഇനി ഒരു അല്പസമയത്തിന്റെ കാര്യമേ ഉള്ളൂ. നീ എവിടെയാടാ പേടിച്ച് പതുങ്ങിയിരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. വാ വന്നുകൊണ്ടിരിക്കേ. എന്റെ ഉള്ളിൽ സ്റ്റോറായി കിടക്ക്. ഷെടാ, ഇതെന്താ പറ്റിയത്? എന്റെ മാജിക്കിൽ നിന്ന് ആരുടെ വോയിസിനും എസ്കേപ്പ് ആവാൻ പറ്റില്ല. എങ്ങോട്ടാ ഓടുന്നത്? നിക്ക്. ഇതെല്ലാം ആ രുദ്രയുടെ കളിയായിരിക്കും. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ സാധനം? ഡ്രാഗൺ ഫ്ലൈയിൽ യാത്ര ചെയ്യുന്നു. സ്മാർട്ട്, വെരി സ്മാർട്ട് രുദ്ര. പക്ഷെ സോർ മോറെ സ്മാർട്ടസ്റ്റ് ആണ്. ഈ സോർബോലെ എവിടെയാണെന്ന് ഒരു എത്തും പിടിയില്ലല്ലോ. അവൻ എവിടെയാ പതുങ്ങിയിരിക്കുന്നേ? രുദ്ര സോർബോലെ എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മുത്തശ്ശന്റെ വോയിസ് ആണല്ലോ. എനിക്ക് തോന്നുന്നത് സോർബോലെ മുത്തശ്ശനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാ. Ibaiska, Dragonfly Disappearo. Ibaiska, Normal Size Creato. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആ സോർബോലെ എവിടെയാ പതുങ്ങിയിരിക്കുന്നേ? ഈ സ്ഥലം വളരെ വ്യത്യസ്തമാണ്. ഇത് കാണുമ്പോ എനിക്ക് പേടിയാവാണ്. ഫ്രണ്ട്സ്, ഫോക്കസ്. നമ്മളിപ്പോ മുത്തശ്ശനെ തേടി കണ്ടെത്തണം. ഈ കേവിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഓടിക്കൂ. ഒരുപാട് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. സൂക്ഷിച്ച് നടക്കണം. നിങ്ങളുടെ വായ് പതുക്കെ തുറന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ ഈ കേവിന്റെ റൂഫ് ഒരുപാട് ദേഷ്യപ്പെടും. പിന്നീട് കേവ് പൊളിഞ്ഞു പോകും. ചേടാ, ഇത് പോലാത്ത പ്രശ്നമായല്ലോ. ഈ സംഗതികളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്തിനാ നിലവിളിക്കുന്നത്? പതുക്കെ അല്ലേ സംസാരിക്കേണ്ടത്. ഞാൻ പറയുന്ന വാക്കുകൾ അത് തമാശയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. നിങ്ങളാരും ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അപ്പോഴൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും പറ്റുന്നത്? മൈര, വരുൺ, രംഗീല, എല്ലാരും ദേ അങ്ങോട്ട് ഓടിക്കോ.
സോർബോളെ, ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഒരു പ്രാവശ്യം എന്റെ മുന്നിൽ വന്ന് നിൽക്ക്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അങ്ങനെ ബുദ്ധിപൂർവം സംസാരിക്കേ. ഇങ്ങോട്ട് വാ, മുന്നോട്ട് വന്നുകൊണ്ടിരിക്കേ. ഞാൻ ഓൾറെഡി നിന്നെ കാണാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ഓക്കെ. Ivaisca, Twister, Catcher, Creator. ഈ കൊച്ചു ചെക്കൻ അടങ്ങില്ലെന്നാണ് തോന്നുന്നത്. എന്നെ കെട്ടിയിട്ടത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ശബ്ദമെന്ന് പറയുന്നത് എന്റെ തൊണ്ടയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഓടിക്കോ, ഓടിക്കോ, എങ്ങോട്ട് വേണമെങ്കിലും ഓടിക്കോ. ഇനി നിങ്ങൾ എല്ലാവരും ഈ കേവിൽ നിരന്തരമായി കുടുങ്ങിപ്പോകും. കണ്ടുകൊള്ളൂ. സോർബോളെ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇവായിസ്ക പ്രൊട്ടക്ഷൻ ടണൽ ക്രിയേറ്റോ. ഇല്ല, നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ പറ്റില്ല. രുദ്ര, സോർബോളെ, സൺസിറ്റിയിലത്തെ ജനങ്ങളുടെ വോയിസ് തിരിച്ചു കൊടുത്തേക്കാം. നിങ്ങൾ എന്താ ഇത്രയ്ക്ക് പതുക്കെ പതുക്കെ സംസാരിക്കുന്നത്? നല്ലവണ്ണം ഉച്ചത്തിൽ പറയേ, നിലവിളിച്ച് പറയേ. രുദ്ര, പറയേ. ഇനി എത്ര നേരത്തേക്ക് നീ മിണ്ടാതിരിക്കും? വേദന കൊണ്ട് എല്ല് പൊടിഞ്ഞു പോകും. അപ്പൊ നീ അലറി നിലവിളിക്കുന്നത് ഞാൻ കാണും. ആരാണോ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അവന് മാത്രമേ ഇവനെ തോൽപ്പിക്കാൻ കഴിയൂ. അത് മാത്രമേ ഒരു വഴിയുള്ളൂ. അവന്റെ അറ്റാക്ക് വെച്ച് തന്നെ അവനെ അറ്റാക്ക് ചെയ്യണം. അതാണ് മന്ത്രം. നിന്നെ ഞാൻ വിടില്ല. Ivaisca, bouncing ball creator. എന്താ സോർബോളെ, ഇപ്പൊ എന്ത് പറ്റി? രുദ്ര, Ivaisca, bouncing ball close. എന്താ ഇത്? അവനിത് എങ്ങനെയാ എന്നെ അറസ്റ്റ് ചെയ്തത്? രുദ്ര, 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 ഞാൻ തെറ്റ് ചെയ്തു പോയി. ക്ഷമിക്ക്. ഇതിൽ നിന്നും എന്നെ പുറത്തേക്ക് ഇറക്കി വിട്. Ivaisca, boom, check, boom. ചേട്ടാ, ഈ പച്ചക്കറി തരൂ. വാങ്ങിച്ചോളൂ, കുറഞ്ഞ വിലയിൽ തന്നെ തന്നേക്കാം. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും പച്ചക്കറി വാങ്ങോ. എന്റെ വോയിസ് തിരിച്ചു കിട്ടി.
എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു. ഒരു വിധത്തിൽ നീ രക്ഷപ്പെട്ടു. ഇപ്പൊ രുദ്ര നിന്റെ വായ അടച്ചില്ലേ? മര്യാദക്ക് രുദ്രയോട് ഇപ്പൊ സോറി പറ. സോറി രുദ്ര. സോർബോലെ, ഞാൻ നിനക്ക് ഒന്നും കൂടി ചാൻസ് തരാം. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. നീ വീണ്ടും ജനങ്ങളുടെ വോയിസ് അപഹരിക്കാൻ ശ്രമിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ രുദ്ര വീണ്ടും ഒരു ചാൻസ് തരില്ല. വീണ്ടും ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. സോറി. Watch India's largest kids library only on Jio Hotstar. Download the app now.